നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. കുറച്ച് സമയം തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയോ സീരീസോ കാണാൻ. നിങ്ങൾ എന്ത് കാണുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പലരുടെയും ഉത്തരം പലതാവും. എന്നാൽ ഫ്രണ്ട്സ് കണ്ട ഭൂരിഭാഗം ആളുകളുടെയും ചോയ്സ് ഫ്രണ്ട്സിന്റെ ഒരു ഇഷ്ട എപ്പിസോഡ് കാണുക എന്ന് തന്നെയായിരിക്കും. എൻ്റെയും അത്രമാത്രം എനിക്ക് പ്രിയപ്പെട്ട ഒരു സീരീസാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഫ്രണ്ട്സിന്റെ ഒരു വീഡിയോ ക്ലിപ്പെങ്കിലും കണ്ടു ചിരിക്കാതെ എൻ്റെ ഒരു ദിവസം കടന്നു പോകാറില്ല. അത്രയ്ക്കും എൻ്റെ ഡെയിലി ലൈഫിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഈ സീരീസും അതിലെ കഥാപാത്രങ്ങളും. ന്യൂയോർക്ക് നഗരത്തിൽ ജീവിക്കുന്ന 6 സുഹൃത്തുക്കളുടെ കഥയാണ് ഫ്രണ്ട്സ്. സാധാരണ കോമഡി സിറ്റ്കോം രീതിയിൽ തന്നെ ഓരോ എപ്പിസോഡിനും ഓരോ കഥാപശ്ചാത്തലമാണ്. അതിൽ ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലും പ്രധാന സംഭവവും 6 പേരുടെയും ജീവിതത്തിലെ പല ഘട്ടങ്ങളും നർമ്മത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. എങ്കിലും സീരീസ് മൊത്തമായി ഒരു കഥ ഫോളോ ചെയ്യുന്നുണ്ട്. സീരീസ് തുടക്കത്തിൽ നിന്ന് 10 വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തർക്കും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ആ 10 വർഷത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പിന്നെ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും സുന്ദരമാക്കുന്നത്. കൂടുതലായി അറിയാൻ നമുക്ക് ഈ ഗ്രൂപ്പിലെ ഓരോരുത്തരെയും പരിചയപ്പെടാം. സീരീസ് തുടങ്ങുന്നത് തന്നെ ഒരു പരിചയപ്പെടുത്തൽ കൊണ്ടാണ്. ന്യൂയോർക്കിൽ ജീവിക്കുന്ന 5 ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് റേച്ചൽ എന്ന 6ാമത്തെ ഫ്രണ്ട് വരുന്നു. ആദ്യം റേച്ചലിനെ കുറിച്ച് പറയാം. തന്റെ വിവാഹ ദിവസം അവസാന നിമിഷം വിവാഹം വേണ്ടെന്ന് വെച്ച് ന്യൂയോർക്കിൽ എത്തിയതാണ് റേച്ചൽ. വന്നത് തന്റെ ഹൈസ്കൂൾ കൂട്ടുകാരിയായ മോണിക്കയെ കാണാൻ. റേച്ചലിന്റെ ലക്ഷ്യം പുതിയൊരു ജീവിതമാണ്, ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ്. പണക്കാരായ പേരൻസിന്റെ തണലിൽ നിന്ന് രക്ഷപ്പെട്ട റേച്ചലിന്റെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു ജോലി നേടാനും ഇഷ്ടമുള്ള ആളോടൊത്ത് ജീവിതം തുടങ്ങാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് തുടർന്നുള്ള സീരീസിൽ. ഇതുവരെ ജീവിതത്തിൽ ഉത്തരവാദിത്തമില്ലാതെ ജീവിച്ചത് കൊണ്ട് തന്നെ ഒരു സ്പോയിൽഡ് ചൈൽഡായിട്ടാണ് റേച്ചൽ വളർന്നത്. അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും റേച്ചലിന്റെ സ്വഭാവത്തിലുമുണ്ട്. അടുത്തത് മോണിക്ക. മോണിക്ക ഒരു ഷെഫാണ്. ലക്ഷ്യം വലിയ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിന്റെ ഹെഡ് ഷെഫ് ആവുക, നല്ല ആളോടുമൊത്ത് ജീവിതം പങ്കിടുക എന്നൊക്കെയാണ്. മോണിക്ക കുറച്ചധികം OCD ഉള്ള ആളാണ്. വൃത്തിയും അടുക്കും ചിട്ടയും വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലെ ലീഡ് വോയിസ് മോണിക്കയുടേതാണ്. എല്ലാവർക്കും മോണിക്കയെ ആ കാര്യത്തിൽ പേടിയുമാണ്. മോണിക്കയുടെ അപ്പാർട്ട്മെന്റാണ് ഇവരെല്ലാം ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ അവിടേക്ക് പുതിയ റൂംമേറ്റായി റേച്ചൽ വന്നു. മോണിക്കയുടെ സഹോദരനാണ് റോസ്. റോസ് ഒരു പാലിയന്റോളജിസ്റ്റ് ആണ്. വിവാഹിതനായ റോസ് ഇപ്പോൾ തന്റെ ഭാര്യ ഒരു ലെസ്ബിയൻ ആണെന്ന് അറിയുകയും അവരെ ഡിവോഴ്സ് ചെയ്ത വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് റേച്ചൽ ഇവരുടെ ഇടയിലേക്ക് വരുന്നത്. റോസിന് റേച്ചലിനോട് പണ്ട് ഹൈസ്കൂളിൽ വെച്ചൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. റേച്ചലിനെ നേടാനുള്ള ശ്രമങ്ങൾ റോസും പതിയെ തുടങ്ങുന്നു. അടുത്തത് ചാൻഡലർ ബിങ്, റോസിന്റെ കോളേജിലെ ഫ്രണ്ട്. അതേപോലെ തന്നെ മോണിക്കയുടെ അപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു. ചാൻഡലറിന്റെ ജോലി കൃത്യമായി എന്താണെന്ന് പറയുന്നില്ല. അത് കൂട്ടത്തിൽ ആർക്കും അറിയില്ല. ഏതോ ഒരു കമ്പനിയിലാണ് ജോലിയെന്നും കൂട്ടത്തിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്നത് ചാൻഡലർ ആണെന്നും അറിയാം. ചാൻഡലറിന്റെ പ്രധാന പ്രശ്നം കോൺഫിഡൻസ് ഇല്ലായ്മയും പിന്നെ അനവസരത്തിലുള്ള തമാശയുമാണ്. ഈ ഷോയിലെ ഏറ്റവും ഫണ്ണി ക്യാരക്ടർ ചാൻഡലർ ആണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. വാ തുറക്കുന്നത് തന്നെ ചുറ്റുമുള്ള ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി മാത്രമാണ്. തന്റെ ചെറുപ്പത്തിൽ പാരൻസ് വേർപിരിഞ്ഞത് ചാൻഡലറിന് ഉണ്ടാക്കിയ വിഷമങ്ങൾ ചാൻഡലർ മറികടന്നത് ഈ സർക്കാസം കൊണ്ടാണ്. അടുത്തത് ജോയി, ചാൻഡലറിന്റെ റൂംമേറ്റ്. സ്ത്രീ വിഷയത്തിലെ അതീവ കഴിവാണ് ജോയിയുടെ പ്രത്യേകത. എന്നാൽ മറ്റു വിഷയങ്ങളിൽ തീരെ കഴിവില്ലതാനും. ജോയി ഒരു സിനിമാ നടനാകാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ മിക്കപ്പോഴും ജീവിക്കാൻ വേണ്ടി ചെറിയ റോളുകളും മറ്റു ജോലികളും ഒക്കെ ചെയ്യേണ്ടി വരുന്നു. മിക്കപ്പോഴും ചാൻഡലറിന്റെ ചെലവിലാണ് ജോയിയുടെ ജീവിതം. ജോയിയുടെയും ചാൻഡലറിന്റെയും റൊമാൻസ് തന്നെ ഈ ഷോയുടെ ഒരു വലിയ അട്രാക്ഷനാണ്. അതുപോലെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അടുത്ത ആളാണ് ഫീബി, ഈ ഗ്രൂപ്പിലെ ഏറ്റവും യുണീക്കായ ആൾ. മോണിക്കയുടെ പഴയ റൂംമേറ്റ്. ഒരു മസാജ് തെറാപ്പിസ്റ്റും ഒരു പാർട്ട് ടൈം സിംഗറുമാണ് ഫീബി. സ്വന്തമായ ഒരു സ്പിൻ ഓഫ് സീരീസിനുള്ള അത്രയും വെറൈറ്റി ക്യാരക്ടറാണ് ഫീബി. പല കാര്യങ്ങളിലും ഒടുക്കത്തെ ബുദ്ധിയും മാനിപ്പുലേഷൻ പവറും അതേസമയം ഇച്ചിരി വട്ടില്ല എന്ന് തോന്നുന്നൊരു ക്യാരക്ടർ. ഫീബിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് തമ്മിൽ നടക്കുന്നതും അവർക്ക് ചുറ്റുമുള്ള മറ്റു പലരുമായി നടക്കുന്നതുമായ വളരെ രസകരമായ സംഭവങ്ങളാണ് സീരീസിലുടനീളം. കഥ നടക്കുന്നത് പ്രധാനമായും മോണിക്കയുടെയും ചാൻഡലറിന്റെയും അപ്പാർട്ട്മെന്റുകളിലും സെൻട്രൽ പേർക്ക് എന്ന കോഫി ഷോപ്പിലുമാണ്. സീരീസിലെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും പ്രകടനം അത്രയ്ക്ക് കിടിലാണ്. അതേപോലെ ഏറ്റവും നല്ല എപ്പിസോഡ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാലും പലർക്കും പല അഭിപ്രായങ്ങളാവും. സീരീസിലെ ഏത് റാൻഡം എപ്പിസോഡ് കണ്ടാലും മതിമറന്ന് ചിരിക്കാനാവും. ഒരിക്കൽ കണ്ടാൽ പിന്നെ ജീവിതകാലം മൊത്തം നമുക്ക് റിപ്പീറ്റ് അടിച്ച് കാണാൻ കഴിയുന്ന ഒരേ ഒരു സീരീസാണ് ഫ്രണ്ട്സ്. ഒരിക്കലും ബോറടിക്കാതെ എത്ര തവണ വേണമെങ്കിലും കാണാം. 25 വർഷം മുമ്പ് ഇറങ്ങിയ സീരീസിലെ കോമഡിക്ക് ഇന്നും നമ്മെ ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സീരീസ് ആദ്യം കാണുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യമാവും ഇതിലെ ലോഫ് ട്രാക്ക്, അതായത് തമാശയ്ക്കിടയിൽ വരുന്ന ഓഡിയൻസിന്റെ ചിരി. ഈ സീരീസ് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സെറ്റ് ഇട്ടാണ് ലൈവ് ഓഡിയൻസിന്റെ മുമ്പിൽ. ആ ചിരി ഒറിജിനലാണ്. ആദ്യം കുറച്ച് എപ്പിസോഡുകളിൽ അതൊരു കല്ലുകടിയായി തോന്നിയേക്കാം. എന്നാൽ പിന്നീട് നമ്മളും അവരുടെ കൂടെ ചിരിക്കാൻ തുടങ്ങും. പിന്നെ ആ ചിരി നമ്മൾ കേൾക്കില്ല. കഥാപാത്രങ്ങളെയും അവരുടെ സ്വഭാവങ്ങളെയും മനസ്സിലാക്കാൻ 4-5 എപ്പിസോഡ് കാണേണ്ടി വരും. പിന്നെ അങ്ങോട്ട് നിങ്ങൾ നിർത്താതെ കണ്ടുകൊണ്ടിരിക്കും. ഇതിലെ കോമഡികൾ എല്ലാം കാലങ്ങൾക്ക് അതീതമാണ്. ഇതിനു മുമ്പും ശേഷവും ഒരുപാട് സിറ്റ്കോം വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഇപ്പോഴും കമ്പയർ ചെയ്യപ്പെടുന്നത് ഫ്രണ്ട്സുമായിട്ടാണ്. 10 സീസണുള്ള 22 മിനിറ്റുള്ള 236 എപ്പിസോഡുകളാണുള്ളത്. സീരീസ് അവസാനിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ശൂന്യത നികത്താനാവുക വീണ്ടും ആദ്യം മുതൽ കണ്ടു തുടങ്ങുമ്പോൾ മാത്രമാണ്. ഫ്രണ്ട്സ് കാസ്റ്റിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു യൂണീക്ക് കാര്യമുണ്ട്.
ഇതിലെല്ലാ പ്രധാന കഥാപാത്രങ്ങൾക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണ്, അതേപോലെ തന്നെ ഒരേ ശമ്പളവും. 2004 ലാസ്റ്റ് സീസൺ ആയപ്പോഴേക്കും ഓരോ എപ്പിസോഡിനും 1 മില്യൺ ആയിരുന്നു ഇവരുടെ റെമ്യൂണറേഷൻ. മൊത്തം 18 എപ്പിസോഡ് ഉണ്ടായിരുന്നു ലാസ്റ്റ് സീസൺ. 15 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവരുടെ ഓരോരുത്തരുടെയും ഫ്രണ്ട്സ് മൂലമുള്ള ഇൻകം വർഷം 20 മില്യൺ ആണ്. ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്യുന്ന സീരീസിൽ ഒന്നാണ് ഫ്രണ്ട്സ്. ഇറങ്ങി 25 വർഷം കഴിഞ്ഞിട്ടും അവസാന എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് 15 വർഷങ്ങൾക്ക് ശേഷവും പ്രതിവർഷം 1 ബില്യൺ ആണ് ഫ്രണ്ട്സ് വാർണർ ബോസിന് നേടിക്കൊടുക്കുന്ന ലാഭം. അത്രയ്ക്കുണ്ട് ഈ ഷോയുടെ പോപ്പുലാരിറ്റി. ബെസ്റ്റ് TV സീരീസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ 25 വർഷമായി എല്ലാവരെയും ആദ്യം കാണുന്ന അതേ ആകാംക്ഷയോട് കൂടി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷോ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഫ്രണ്ട്സ് ആണ്. എന്ത് വിഷമത്തിലിരിക്കുമ്പോഴും അതെല്ലാം മറന്ന് ചിരിക്കാനുള്ള ഒരു ഹാപ്പിനെസ് സ്പില്ലാണ് ഫ്രണ്ട്സ്.